ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് വില്യം ബ്ലേക്കിൻ്റെ ദി സിക്ക് റോസ് എന്ന പോയമാണ്. ഫസ്റ്റ്ലി നമുക്ക് പോയറ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. വില്യം ബ്ലേക്ക് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, പെയിൻറ്ററാണ്, കൂടാതെ ഒരു പ്രിൻ്റ് മേക്കർ കൂടെയാണ്. തൻ്റെ ജീവിതകാലത്ത് വലിയ തോതിൽ തിരിച്ചറിയപ്പെടാതെ പോയ ബ്ലേക്ക് റൊമാൻറ്റിക് ഏജിലെ പോയട്രിയുടെയും വിഷ്വൽ ആർട്ടിൻ്റെയും ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ മിസ്റ്റിസിസവും സിംബോളിസവും വിപുലമായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിസ്റ്റിസിസം മീൻസ് ഹി പ്രൈമർലി റൈറ്റ്സ് അബൌട്ട് ഗോഡ്സ് ആൻഡ് റിലേറ്റഡ് തിങ്സ്, ഡിവൈൻ, സ്പിരിച്വൽ. അദ്ദേഹത്തിൻ്റെ പോയട്രീസ് പ്രധാനമായിട്ടും ആത്മീയവും ദൈവികവുമായിട്ടുള്ള വശങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. വില്യം ബ്ലേക്കിൻ്റെ പോയട്രിയിൽ മിസ്റ്റിസിസം എന്താണ്? ഡീപ്പ് റൂട്ടഡ് ആണ്. അദ്ദേഹം വളരെ ഭാവനാസമ്പന്നനായിരുന്നു. കൂടാതെ സെലസ്റ്റിയൽ വേൾഡ്സുമായി ബന്ധപ്പെട്ട ഉയർന്ന സത്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഈ ഫാക്കൽറ്റിയെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റിസിസത്തിൻ്റെ ഉപയോഗം ഡിസേണിബിൾ ആണ്. മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, ദ ലാംപ് ആൻഡ് ദ ടൈഗർ തുടങ്ങിയ പോയത്തിൽ മിസ്റ്റിസിസവും സിംബോളിസവും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ദി സിക്ക് റോസ് എന്ന ഈ ഒരു പോയം 4 ലൈൻസ് ഉള്ള 2 സ്റ്റാൻഡ്സ് ആണുള്ളത്. അതിൻ്റെ റൈം സ്കീം ABCBDEFE. ഇനി ഈ പോയത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റോസ് ഫ്ലവറിന് അസുഖമാണെന്ന് സ്പീക്കർ പറയുന്നതോടെയാണ് ഈ ഒരു പോയം തുടങ്ങുന്നത്. ഒരു ഇൻവിസിബിൾ വോം, അതായത് ഒരു അദൃശ്യമായിട്ടുള്ളൊരു പുഴു ആണ് ഈ ഒരു അസുഖത്തിന് കാരണം. ആ ഒരു പുഴു ഈ റോസ് ഫ്ലവറിൻ്റെ ജീവൻ നശിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പോയത്തിൻ്റെ തീംസ് കറപ്ഷൻ ആൻഡ് ഡീക്കേ, ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ടെംപ്റ്റേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ചാനലിൻ്റെ ഷോർട്സിൽ ജനറൽ നോളജ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അറിയാവുന്ന ആൻസേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഓ റോസ്, thou art sick, the invisible worm that flies in the night, in the howling storm. ഈ ഒരു സ്റ്റാൻസയിൽ സ്പീക്കർ റോസ് ഫ്ലവറിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ റോസ് എന്ന വേർഡിൻ്റെ 6 ക്യാപിറ്റൽ ലെറ്ററാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ബ്ലേക്ക് അതിന് കൂടുതൽ വ്യക്തത നൽകുകയും അതിനെ ഒരു ജീവജാലവുമായി കൂടുതൽ ബന്ധപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ റോസ് ഫ്ലവറിന് രോഗമാണ് എന്ന് പറയുന്നുണ്ട്. രോഗത്തിന് എന്താണ്? ഒരു പ്രധാന കാരണമുണ്ട്. അതായത് ഒരു ഇൻവിസിബിൾ വോം, ഒരു അദൃശ്യമായൊരു പുഴു, അത് രാത്രിയിൽ പറക്കുന്നുണ്ട്. ഫാലിക് ഷേപ്പിലുള്ള ഈ പുഴു രാത്രിയിൽ ഒരു ഹൗളിംഗ് സ്റ്റോമിൽ, അതായത് ഒരു കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ റോസ് ഫ്ലവറിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുഴു റോസ് ഫ്ലവറിന് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഹാസ് ഫൗണ്ട് ഔട്ട് ദൈ ബഡ് ഓഫ് ക്രിംസൺ ജോയ്. ഇവിടെ ആദ്യം പുഴു റോസ് ഫ്ലവറിൻ്റെ കിടക്ക കണ്ടെത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പ്രകൃതിദത്തമായ മണ്ണിൻ്റെ പുഷ്പകിടക്കയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിലും പ്രധാനമായിട്ട് റോസ് ഫ്ലവർ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ത്രീ ഉറങ്ങുന്ന യഥാർത്ഥ കിടക്കയെയാണ് സൂചിപ്പിക്കുന്നത്. ആ കിടക്കയെ ചുവന്ന സന്തോഷത്തിൻ്റെ ഒരു രൂപകമായാണ് കിടക്കയെ വിശേഷിപ്പിക്കുന്നത്. റോസ് ഫ്ലവറിൻ്റെയും കിടക്കയുടെയും ചുവന്ന നിറം അഭിനിവേശത്തെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ കോപത്തെയും രക്തത്തെയും. ഇവ മൂന്നും ഒരു സ്ത്രീയുടെ കന്യകത്വം നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ രൂപകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് ഡാർക്ക് സീക്രട്ട് ലവ് ഡസ് ദൈ ലൈഫ് ഡിസ്ട്രോയ്. ഈ പുഴുവിൻ്റെ ഡാർക്ക് സീക്രട്ട് ലവ് റോസ് ഫ്ലവറിനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ റോസ് ഫ്ലവറിൻ്റെ ജീവൻ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ലൈൻസിൽ ഒരു പുഴു തിന്നുന്ന യഥാർത്ഥ റോസ് ഫ്ലവറിൻ്റെ മരണത്തെയാണ് പരാമർശിക്കുന്നത്. ഒരു ഫാലസിനെ വ്യക്തമായി പ്രതിനിധീകരിക്കുന്ന പുഴു റോസ് ഫ്ലവറിനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പോയറ്റ് പറയുന്നത് ഒരു സ്ത്രീയുടെ കന്യകത്വം നഷ്ടപ്പെടുന്നത് പോലെ എന്നാണ്. അതായത് ബ്ലേക്കിൻ്റെ കാലത്തെ പോലെ തന്നെ ഇന്നും പല സ്ഥലങ്ങളിലും ഇവ നടക്കുന്നുണ്ട്. കന്യകത്വം നഷ്ടപ്പെടുന്നത് ഒരു സ്ത്രീയുടെ ജീവിതകാലം മുഴുവൻ അവളുടെ പ്രതീക്ഷകളെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് സ്പീക്കർ പരാമർശിക്കുന്ന മരണവും രോഗവും. സോ ഈ പോയത്തിൻ്റെ സമ്മറി ഇത്രേ വരുന്നുള്ളൂ. ചെറിയ പോയമാണ്. സോ ഇനി ഇതിലെ സിംബോളിസം നോക്കാം. റോസ് സിംബലൈസ് ചെയ്യുന്നത് ഇന്നസെൻസ്, ബ്യൂട്ടി, ലവ് ആൻഡ് പാഷൻ. വോം സിംബലൈസ് ചെയ്യുന്നത് സിൻ, കറപ്ഷൻ, ടെംപ്റ്റേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. സ്റ്റോം സിംബലൈസ് ചെയ്യുന്നത് ടെർമോയിൽ, ചാവോസ് ആൻഡ് മോറൽ അപ്ഹെവൽ.
നൈറ്റ് സിംബലൈസ് ചെയ്യുന്നത് സ്റ്റെൽത്ത്, സീക്രസി ആൻഡ് ഇല്ലിസിറ്റ് ആക്ഷൻസ്. ഇനി ഇതിലെ പോയറ്റിക് ഡിവൈസ് നോക്കാം. മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.